ശക്തിമാനായ രാജാവായിരുന്നു. വലിയ കൊട്ടാരവും വലിയൊരു രാജ്യവും അതിൻ്റെ കൂടെ വലിയൊരു പട്ടാള പടയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നീതിമാനം ന്യായം ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. അപ്പോൾ ആ രാജാവ് പാവമായിരുന്നു, ആളൊരു പഞ്ചപാവമായിരുന്നു. അപ്പം എപ്പോഴും അദ്ദേഹം ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കും. പൈസ നോക്കാതെ, പണക്കാരാണ് അതങ്ങനെ വേർതിരിവില്ലാതെ, ജാതി നോക്കാതെ, അങ്ങനെ എല്ലാ നിലകളിലും ഒരു നീതിയായിരുന്നു, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ രാജാവ്. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി തിരക്കുകളുണ്ട്, അദ്ദേഹം രാജാവാണ്. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഹെഡ്വെയിറ്റൊന്നുമില്ല, ഒരു സിമ്പിൾ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ശക്തനായ ഒരു രാജാവായിരുന്നു, വലിയൊരു രാജ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എല്ലാ ഈ തിരക്കത്തിലേക്കിടയിൽ ആളുകൾ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ രാജാവിൻ്റെ അടുക്കിലേക്ക് വരും. അന്ന് കോടതികളൊന്നുമില്ല, പോലീസൊന്നുമില്ല. അപ്പം എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ, വസ്തു തർക്കം ഉണ്ടെങ്കിൽ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് രാജാവാണ് അതിനെ വിധി കൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം തിരക്കിൻ്റെ ഇടയിൽ രാജാവിനൊരു മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഗാർഡനിൽ പോയി, പൂന്തോട്ടത്തിൽ പോയി. അപ്പോൾ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ രാജകൊട്ടാരത്തിലെ പൂന്തോട്ടമൊക്കെ ഏക്കർ കണക്കിന് വലിയ വിശാലമായിരിക്കും. അപ്പോൾ വിശാലമായി പൂന്തോട്ടത്തിൽ കുളമുണ്ട്, ചെടികളുണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒത്തിരി മൃഗങ്ങളും പക്ഷികളും ഒക്കെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ രാജാവ് ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ ഒരു പ്രാവ് വന്നു വീഴും. അപ്പം ഈ പ്രാവ് ഈ ജീവരക്ഷയ്ക്കായി ഓടുകയാണ്. മുറിവൊക്കെ ഉണ്ട് പ്രാവിൻ്റെ ദേഹത്തിൽ. അപ്പം പ്രാവിൻ്റെ ദേഹത്ത് മുറിവുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ പ്രാവിൻ്റെ ശരീരത്തിൽ മുറിവുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം ആ പ്രാവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പരുന്ത് അതിൻ്റെ പുറകെ വന്നു. അപ്പോൾ ഈ പരുന്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പരുന്ത് ഓടിച്ച് അവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഈ പരുന്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇത് കഥയാണ്, അതിൽ എടുക്കുക. അപ്പം പരുന്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ പരുന്ത് രാജാവിനോട് ചോദിച്ചു, എനിക്ക് ഈ പ്രാവിനെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെ എനിക്ക് തരാൻ കഴിയത്തില്ല, ഇതിൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കണം, അങ്ങനെ പറയാനില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ വാക്കുതർക്കവും സംസാരവും ആയതിനു ശേഷം ഈ പരുന്ത് രാജാവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിന്റെ മാംസത്തിന് നിന്റെ ഒരു ഭാഗം എനിക്ക് നൽകണം. അപ്പം ഈ പ്രാവിൻ്റെ ഭാരത്തിന് തുല്യമായ മാംസം നിന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് നൽകണമെന്നുണ്ട്. അപ്പോൾ രാജാവ് കുറച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് തരാം, ഈ പ്രാവിന് നീ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ അവൻ മാംസം എടുത്ത് അവൻ ഒരു ത്രാസിൽ വെക്കാനിടയായി. ഒരു ത്രാസിൽ വെച്ചു. അപ്പോൾ ത്രാസിൽ വെച്ചപ്പോൾ പ്രാവ് ഒരു സൈഡിൽ വെച്ചു, മറ്റേ വശത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മാംസം എടുത്ത് വെക്കാനിടയായി. അപ്പോൾ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് ഇത് നിറയുന്നില്ല. ഇതൊരു കഥയാണ്, അപ്പോൾ അതിൻ്റെ അപ്പം നിറയുന്നില്ല. അപ്പോൾ ഒത്തിരി അദ്ദേഹം ശരീരത്തിനടുത്ത് വയ്ക്കാൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡൊക്കെ ഒത്തിരി പോകാൻ തുടങ്ങി, അദ്ദേഹം ക്ഷീണിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ബോധമൊക്കെ ഏകദേശം മറയാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ടും അദ്ദേഹം എടുത്തു വെച്ചു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആ ഭാരം തുല്യമാകാനിടയായി. ആ ഭാരം തുല്യമായി. അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ കൊടുത്ത് അദ്ദേഹം ആ പ്രാവിനെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ആ പരുന്ത് പറന്ന് തിരിച്ചു പോയി. അപ്പോൾ ഈ കഥയുടെ മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്താണ് നമ്മളെല്ലാവരെയും വീണ്ടെടുത്ത് ഇന്ന് നമ്മളിവിടെ ജീവനോടെ ആയിരിക്കുന്നെങ്കിൽ അതിന് കാരണം അന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ സ്വന്തം ജീവനെ വിട്ടുകൊടുത്തു. ഒരു തെറ്റുമില്ലാത്ത തൻ്റെ സ്വന്തം രക്തത്തിൻ്റെ വിലയായാണ് നാം ഇന്ന് ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളും വീഴ്ചകളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് കർത്താവിൽ നിരപ്പ് പ്രാപിച്ച് ജീവിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും.